सोनिक पर पहली बार देखिए द लेजेंड ऑफ हनुमान हर रोज शाम 7 बजे सोनिक पर। Watch full episodes on Jio Hotstar. ഇവ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്താ സംഭവിച്ചത്? മാഡ് മാൻഡോസയുടെ ആളുകൾ എന്റെ ലാബിലേക്ക് വന്നു. അവന്മാര് നിന്റെ പ്ലഗ് ഡിസ്കണക്ട് ചെയ്തു. അതുകൊണ്ടാണ് നിനക്ക് മയക്കം സംഭവിച്ചത്. പക്ഷേ ഞാൻ അവരെ ഇവിടുന്ന് ഓടിച്ചു. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആദ്യം എന്റെ മുത്തശ്ശനെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകൂ. അവർ വീണ്ടും തിരികെ വരികയാണെങ്കിൽ അവരെ ഓടിക്കാൻ അദ്ദേഹം സഹായിക്കും. ശരി, ഞാൻ അവരെ വിളിച്ചോളാം. കൂട്ടുകാരെ, ഞാൻ ആ മാഡ് മാൻഡോസിനെ ഫോളോ ചെയ്ത് അവരെ തടയാൻ പോവാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, എന്നെ ഫോളോ ചെയ്യൂ. മഹാരാജാവേ, പ്രിൻസ്, നിങ്ങളും ഞങ്ങളെ സഹായിക്കൂ. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഒരു കുഴപ്പവും ഇല്ല ശിവ, ഞങ്ങളുണ്ട് നിനക്ക് തുണയായിട്ട്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായമൊക്കെ ഞങ്ങൾ ചെയ്തു തരും. എവിടെയാണ് ആ പ്ലൂരറ്റോറിയം ബൗണ്ടേ? പറയേ. എത്താറായി, ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ മതി. അല്ല ബോസേ, ഇത് തന്നെയാണ് ആ മൗണ്ടൻ. യെസ് യെസ്, നമ്മൾ പ്ലൂരറ്റോറിയം ബൗണ്ടൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. കിട്ടി, നമ്മളെ കണ്ടെത്തി, കിട്ടി. നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ, ഇനി എനിക്ക് പോവാമോ? ശരി ശരി, നീ വേണമെങ്കിൽ പോയിക്കോ. ഒന്ന് ഇവിടുന്ന് പോയി തരാമോ? വളരെ നന്ദി. അയ്യോ ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ട്. അയ്യോ, ഞാൻ രക്ഷപ്പെട്ടു. എന്തൊരു അത്ഭുതം ഇത്. എനിക്കിതുണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല. കൊള്ളാം. എല്ലാവരും വേഗം വരൂ, നമുക്ക് പ്ലൂരറ്റോറിയം കല്ലെടുക്കാം. വേഗം വരൂ. അടിയോടി, എന്നാൽ നമുക്ക് പണി തുടങ്ങിയേക്കാം അല്ലേ? വേഗം വേഗം, നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത്രയും കല്ലുകള് നിങ്ങളുടെ ബാഗിൽ നിങ്ങൾ എടുത്തു വയ്ക്കണം. ഇനി ഈ ലോകത്തൊരു ശക്തിക്കും എന്നെ തടയാനാവില്ല. കല്ല് കിട്ടി. ബോസേ, ഇതാ കല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, വെരി ഗുഡ്. നിങ്ങൾ ആദ്യം ഈ കല്ലൊന്ന് ചെക്ക് ചെയ്തേക്ക്. ഇത് ചിലപ്പോ സാധാരണ കല്ലാണെങ്കിലോ? യു ആർ റൈറ്റ് ഗിരിക്കട്ടിലാൽ. ചെക്ക് ചെയ്ത് നോക്കാം. ഈ കല്ല് എന്താ പൊട്ടിത്തെറിക്കാത്തത്? ചെന്ന് വേറെ കല്ലെടുത്തോണ്ട് വാ. ബോസേ, ഞാൻ കൊണ്ടുവന്നേക്കണ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇത് പൊട്ടുന്നില്ലല്ലോ. വേറെ ഒരെണ്ണം എടുത്തോണ്ട് വാ. ഈ കല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കേ. ഇതാ കല്ലല്ല. ഈ കല്ലാണ് നോക്കേ. അല്ല, ഇതുമല്ല. ഇതാണോ? പോടാ. നിങ്ങൾക്ക് ആർക്കും ആ കല്ല് ഇതുവരെ എത്തിക്കാനായിട്ടില്ല. കഷ്ടം തന്നെ. വേഗം ചെന്ന് എടുത്തോണ്ട് വാടേ പോ. ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? ചെന്ന് കല്ല് എടുത്തോണ്ട് വാട. പോടാ. ബോസ് എപ്പോഴും എന്നെ കുറിച്ച് ഒന്നും ആലോചിക്കാറില്ല. എപ്പ നോക്കിയാലും ചീത്ത പറയും. ഒരുപക്ഷെ ഇതായിരിക്കും ആ കല്ല്. അല്ല. ഇല്ല, ഞാനൊന്നും വലിച്ചെറിഞ്ഞിട്ടില്ല ബോസേ. എന്നെ അടിക്കരുത്. എടാ ഗിരിക്കറ്റിലാലേ വണ്ട, നിന്നെ ഞാൻ എന്തിനാണ് അടിക്കുന്നേ? നീ എന്തിനെങ്ങനെ ഒളിച്ചിരിക്കുന്നേ? വാ. വന്നു ബോസേ. ഇപ്പൊ എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിക്കേ. നീ ഏത് കല്ല എടുത്തെറിഞ്ഞത്? ഏത് കല്ല്? ചുവന്ന കല്ലല്ലേ? വേഗം ആ കല്ല് എടുത്തോണ്ട് വാ, വേഗം. ഇതാ ബോസേ നിങ്ങളെ ചോദിച്ച കല്ല്. ഈ ചുവന്ന കല്ലാണ് പ്ലൂനറ്റോറിയം കല്ല്. വേഗാവട്ടെ, എല്ലാവരും ആ ചുവന്ന കല്ല് ശേഖരിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരൂ. വേഗം. എന്താ ഇവിടെ കൊല്ലുന്നേ? അല്ല ബോസേ, ഭൂകമ്പം വരുന്നത് പോലെ തോന്നുന്നുണ്ടേ. അല്ല, മല എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയാ തോന്നുന്നേ. ഇതേ രാക്ഷസൻ തന്നെയാ. ഇവന്റെ സ്റ്റാച്ചു ആയിരുന്നു ഗ്രാമത്തിലുണ്ടായിരുന്നത്. ഞാൻ ഇവനെ ചെറുതാക്കി കീഴടക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം എല്ലാവരെക്കാളും പണക്കാര് നമ്മളാവും.
നമുക്കൊരു പാഠം പഠിപ്പിച്ച് മതിയാവൂ. എന്റെ തോക്കവിടെ? ബോസേ, ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഓടുകയാണ് നല്ലത്. നല്ലത് ഓടിക്കോടാ. ഇതിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് പണക്കാരാകാന് നമുക്ക് കിട്ടിയ ആ കല്ലുകൾ മാത്രം മതിയടേ. അതെടുത്തോണ്ടൊക്കെ വിട്ടാലോ? ടൈഗർ, ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കേ. ഒന്ന് പെട്ടെന്ന് റിമോട്ട് ഓൺ ചെയ്യേ. ഹലോ ബോസേ, ഞാൻ റിമോട്ട് മറന്ന് എന്റെ ബാഗിൽ തന്നെ വെച്ചു എന്നാ തോന്നുന്നത്. ഓ ടൈഗറേ, വെറുതെ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമല്ലിത്. വേഗം റിമോട്ട് ഓൺ ചെയ്യേ. അയ്യോ ബോസേ, ഞാൻ റിമോട്ട് എടുത്തില്ല കേട്ടോ. പാനിപ്പൂരി കഴിച്ചിട്ട് പോയാ മതിയോ? ആ സയന്റിസ്റ്റിന്റെ അടുത്ത് അടിയും മേടിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ അങ്ങ് വന്നേ ഉള്ളൂ. ഭയങ്കര വിശപ്പ്. പാനിപ്പൂരിയാ കയ്യിൽ കിട്ടിയത്. എന്നാ പിന്നെ അതങ്ങ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഓ എല്ലാം തൊലഞ്ഞു. ഇനി നമ്മുടെ ഗതി അതോ ഗതിയാ. കണ്ടില്ല, ശിവ വരെ ഇവിടെ എത്തി. ഇവൻ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ വിടുവെന്ന് എനിക്ക് തോന്നുന്നില്ല. പാന്തർ പറയുന്ന കേക്ക്. നമ്മുടെ ലാബിലേക്ക് പോകാൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ കയ്യിൽ അത്രയും സമയമില്ലല്ലോ. എവിടുന്നെങ്കിലും എത്രയും വേഗം ആളുകളെ കൂട്ടിക്കോ. നിങ്ങൾ എല്ലാവരും ആ സയന്റിസ്റ്റിനെ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്യിപ്പിച്ച് ബിസി ആക്കണം. അതിനിടയ്ക്ക് നിങ്ങൾ രണ്ടുപേരും വയറ് കട്ട് ചെയ്ത് അയാളുടെ ലാബ് നശിപ്പിച്ചേക്ക്. എന്നാലേ ഇവിടെ പ്രശ്നമില്ലാണ്ടിരിക്കൂ. ആദ്യം ആ ശിവയുടെ ചേറിന്റെ വയറാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിലും ആ ശിവയുടെ ശല്യം ഇവിടെ ഇല്ലാതിരിക്കുമല്ലോ. ചെല്, വേഗം ചെല്. ഇത് അതേ അസുരൻ തന്നെയാണ്. ഇവന്റെ സ്റ്റാച്ചു ആണ് വില്ലേജിലുള്ളത്. ഇവൻ എങ്ങനെയാ എഴുന്നേറ്റത്? ഹലോ ഹലോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഹലോ ഹലോ ഹലോ, ഐ എം യുവർ ഫ്രണ്ട്. വയറ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പാട്ടൊന്ന് കേൾക്ക്. അല്ല, ഈ സയന്റിസ്റ്റിന്റെ മുഖം എങ്ങനെ മാറിയത്? വന്നാലും ഒരുപാട് രാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാടിക്കേൾപ്പിക്കാം. നിങ്ങൾ സ്തബ്ധരായി പോകും. ഞങ്ങളൊന്നും ഇവിടെ സംഗീത കച്ചേരി കേൾക്കാൻ വന്നതല്ല. വയറ് കട്ടയടാ. ആ വയറിലെങ്ങാനും തൊട്ടാ നിന്റെ കഥ കഴിക്കും ഞാൻ. എന്റെ അമ്മോ, ആ സയന്റിസ്റ്റ് പിന്നെ വന്നല്ലോ. രക്ഷപ്പെട്ടോ, ഓടിക്കോടാ. വരൂ മുത്തശ്ശ, അവരെ ഒരു പാഠം പഠിപ്പിക്കാം. വാടാ, നമ്മുടെ കൂട്ടുകാർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. വാ, നമുക്ക് പോയി സഹായിച്ചിട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാ നല്ലത്. എന്തായതോടാ ഈ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പോരാടുവാൻ വേണ്ടി ഒരു സഹായം ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് ശിവയുടെ മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടു പോന്നത്. ഇപ്പൊ ഇവർ നമ്മളെ എല്ലാവരെയും പാട്ടുപാടി സന്തോഷപ്പെടുത്താൻ പോവാ. അതിനു മുമ്പ് ഞങ്ങൾ നിങ്ങളുടെ രണ്ടുപേരെയും കഥ തീർത്തു തരാം. വരൂ കൂട്ടുകാരെ, അടിച്ചവരെ താഴെയിടാൻ നോക്ക്. ഇതെന്തോ ഈ കാണുന്നത്? ആ അസുരൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി അവനെ ശാന്തപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അവര് രണ്ടുപേരും ഫൈറ്റിൽ ബിസിയാണ്. ഇനി ഞാൻ വയറ് കട്ട് ചെയ്തത് ആർക്ക് തടുക്കാനാവില്ല. വെരി ഗുഡ് ടൈഗർ ഫാദർ, നിങ്ങൾ ശിവയുടെ ചേറിന്റെ വയറ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ശിവയെ കൊല്ലുന്നു തോന്നുന്നത്. നമ്മൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. വീണ്ടും വയറ് ഡിസ്കണക്ട് ചെയ്തോ? ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും?
എനിക്ക് കണ്ണ് കിട്ടിപ്പോയേ. ഓ, ഈ മണ്ണിന്റെ അടുത്താണ് ഗണ്ണ് കിട്ടിയത്. അല്ലെങ്കിലും ഞാൻ ശരിക്കൊരു ഭാഗ്യവാൻ തന്നെയാ. എന്റെ കയ്യിൽ തോക്കുണ്ട്. എല്ലാവരും ഇപ്പൊ തന്നെ കൈ പൊക്കിക്കോളൂ. അതെ ജയന്റ് ചേട്ടായി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പൊ തന്നെ മര്യാദക്ക് ശിവയെ വിട്ടോളണം. ലഡു സിംഗ് സാറെ സൂക്ഷിച്ച്. നിങ്ങൾ ആ തോക്ക് ഉപയോഗിച്ച് എന്നെ ഷൂട്ട് ചെയ്യല്ലേ? ഇല്ല ശിവ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ ജയന്റിന്റെ മീതെ വെടിവെക്കാൻ പോണ്. താങ്ക് യു ലഡു സിംഗ് സാർ. വെൽക്കം ശിവ. എന്താ അതിന് പറ്റിയത്? ഇതെന്താ തോക്ക് പൊട്ടാത്തത്? ഇത് ഓട്ടോമാറ്റിക് അല്ലേ? തോക്ക് കേടായത്. അതെ, ഇതിലത്തെ ഏത് ബട്ടൺ ഞാൻ പ്രസ് ചെയ്യേണ്ടത്? ചെറുതായി നമ്മളെ വലുതായിരിക്കുന്നു. വീണ്ടും ചെറുതായി. ഞങ്ങൾ എന്തിനാണ് ചമ്മാക്കിയത് ലഡു സിംഗ് സാറേ? നോക്കി ചെയ്തോടായിരുന്നോ? എനിക്ക് എന്റെ മാമയുടെ നിർത്ത. ഇതെന്താ നിർത്താൻ പറ്റാത്തത്? ആരെങ്കിലും ഒന്ന് നിർത്തണേ വേഗം. കണ്ണ് ശരിയായല്ലോ. ഇതെന്താ എവിടെ പോയി എല്ലാരും? ശിവ, ശിവ, നിങ്ങളത് എവിടെയാ പോയിരിക്കുന്ന? ഇതെന്താ തോക്ക് വീണ്ടും പൊട്ടാൻ തുടങ്ങിയല്ലോ. ഈ തോക്കോട്ട് പൊട്ടിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഇതെങ്ങനെ നിർത്തുന്നെന്ന് അറിയുന്നില്ല. എന്താ ചെയ്യാ? അതെ, രക്ഷിക്കണേ. ഈ തോക്ക് ആരെങ്കിലും ഒന്ന് നിർത്താൻ നോക്ക്. ഇപ്പൊ കളിച്ചാ കാണിച്ചരാം. അങ്കിൾ, ഈ തോക്ക് എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നത്? അതെന്റെ അടുത്ത് തരൂ. ഇതെന്റെ തോക്കാണ്. അതങ്ങ് തരൂ. മര്യാദക്ക് താ. ഇല്ല, തരില്ല. എന്തായി കാണിക്കുന്നത്? എന്നെ നോക്കി ഉന്ന വെക്കല്ലേ. അതെ ശിവ, ഞാൻ വീണ്ടും ചെറുതായി പോയി. എന്റെ ജോലി പോകുന്നാക്കി തോന്നുന്ന. അതെ, ഞാൻ വീണ്ടും വലുതായി. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഞാൻ വീണ്ടും ചെറുതായി പോയി. എന്റെ തൊപ്പി തെറിക്കുന്ന തോന്നുന്ന. ഇതെന്താ വീണ്ടും ഞാൻ ചെറുതായി പോയല്ലോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ആദ്യം ചെറുതാക്കും, പിന്നെ വലുതാക്കും, പിന്നെ വീണ്ടും വലുതാക്കും, പിന്നെ വീണ്ടും ചെറുതാക്കും. എന്തിനൊന്ന് ചെയ്യേ. ഒന്നുകിൽ വലുതാക്ക്, അല്ലെങ്കിൽ എന്നെ ചെറുതാക്ക്. ഞാൻ നിങ്ങളോട് മിണ്ടാൻ പോകുന്നില്ല. സോറി ലഡു സിംഗ് സാർ. ഇപ്പൊ എങ്ങനെയാ പറ്റിയത്? താങ്ക് യു ശിവ. ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലടാ. തോക്ക് പിടിച്ച് കാണിക്കാം.
ശിവ, ഞാൻ അവന് ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. നമ്മളുടെ ഗ്രാമം ഈ അസുരന്മാരുടെ കയ്യിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. താങ്ക്സ് ഡ്രൈവർ. ഇരിക്കട്ടില്ലേ, ഇവിടുത്തെ രക്ഷപ്പെട്ടല്ലേ നമുക്ക് ഇഡലിയും ദോശയൊക്കെ തിന്നാൻ പറ്റും. വേഗം വാ. ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ എന്താ ചെയ്യാ? ഞങ്ങളുടെ ക്ഷമിക്കടേ ശിവ, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ പ്ലീസ്. താഴെ ഇറക്ക് ശിവ. ഹലോ ഹലോ സയന്റിസ്റ്റോ, ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിന്നും തിരികെ വരണം. സയന്റിസ്റ്റ് സാറേ, പോലീസിനോട് പറഞ്ഞ് ഇവരെ ഗുഹയ്ക്കകത്ത് പിടിച്ച് അടച്ചിടാൻ പറയൂ. ഓക്കേ, ഡോണ്ട് വറി, അവരുടെ ആളുകളൊക്കെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പോലീസിൽ ഏൽപ്പിക്കാന്നേ. വളരെ നല്ല കാര്യം ശിവ, വളരെ വളരെ നല്ല കാര്യം. നീ ശരിക്കും ധൈര്യശാലി തന്നെയാ. മഹാരാജാവ് കഗാസ, പ്രിൻസ് റോമി, ഞങ്ങൾ തിരികെ പോവുകയാണ്. ഞാൻ പ്രോമിസ് ചെയ്യുകയാണ്, ഇവിടേക്ക് തിരിച്ചു മാറും വരില്ല. കാരണം ഞങ്ങൾ ആ മിഷൻ ഡിസ്ട്രോയ് ചെയ്യാൻ പോവാണ്. വളരെ നല്ല കാര്യം ശിവ, നീ വളരെ നല്ല ധൈര്യമുള്ള ചെറുക്കനാണ്. നീമാരെ കൂട്ടിക്കൊണ്ട് പോക്കോ. നീ പോയിക്കോ, പക്ഷെ നിന്റെ ഓർമ്മകൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ബൈ പ്രിൻസ്, നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃബന്ധം ഒരിക്കലും മറക്കില്ല. ഹലോ ഹലോ സയന്റിസ്റ്റ്, ഞങ്ങൾ തിരികെ വരാൻ റെഡിയാണ്. പോയിട്ട് വരൂ ശിവ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ പറഞ്ഞ കുറ്റക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്നു. യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. പ്ലുനോട്ടോറിക്കകത്ത് ഒരുപാട് കറങ്ങി നടന്നല്ലോ. വന്നേ, ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി ജയിലിനകത്ത് കറങ്ങി നടക്കാം. അതെ, അവിടെ ഞങ്ങള് വെച്ചിരിക്കുന്ന തന്തൂരി അടുപ്പേ നിങ്ങളെ സ്വാഗതം ചെയ്യും. വന്നേ, നമുക്ക് പോകാം. ഓ, ജയിലിലേക്കായിരുന്നോ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഇവനെയൊക്കെ കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? താശം ജയിൽ പുള്ളിയായി, രാജാവായി, കോടീശ്വരനായി, വലിയ പണക്കാരനായി. മതിയടാ, മതിയാക്ക്. ഇനിയെങ്കിലും നീ ഒന്ന് നോർമലാക്, ഒന്ന് മാറി തുലയടാ. വേണ്ട, ഇപ്പൊ നോർമൽ ആയില്ലേ? ശിവ, ഒരുപാട് നന്ദിയുണ്ട്. നീ ഈ ലോകത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഈ മെഷീൻ ഇപ്പൊ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ലഡ്ഡു സിംഗ് സാറേ, അതിനു മുമ്പായി എനിക്ക് വേറൊരു കാര്യം ഡിസ്ട്രോയ് ചെയ്യാനുണ്ട്. അതിന് നിങ്ങളുടെ പെർമിഷൻ ആവശ്യമാണ്. ആഹാ, എന്തുകൊണ്ട് ചെയ്തൂടാ? അല്ല, എന്താ ചെയ്യാൻ പോണ്? നമ്മളെ ഇഡ്ലിയുടെ ദോശയുടെ ചമ്മന്തി ആക്കിയല്ലോ ഇയാള്. Watch India's largest kids library only on Jio Hotstar. Download the app now.